നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. KSEBയുടെ ഇരട്ട ക്യാഷ് കൗണ്ടറുകൾ നിർത്തലാക്കും. വൈദ്യുതി ബിൽ 1000 രൂപ വരെയുള്ളത് മാത്രം പണമായി സ്വീകരിക്കും. 1000 രൂപയ്ക്ക് മുകളിൽ ഓൺലൈൻ ബില്ലിംഗ്. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നു. 20-ന് രാവിലെ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന്. ഒരു ദളിത് യുവതിയുടെ കഥന എന്ന കൃതിക്കാണ് പുരസ്കാരം. 28-ന് കരുനാഗപ്പള്ളിയിൽ അവാർഡ് സമ്മാനിക്കും. വിശദമായ വാർത്തകളിലേക്ക്. KSEBയുടെ ഇരട്ട ക്യാഷ് കൗണ്ടറുകൾ നിർത്തലാക്കും. വൈദ്യുതി ബിൽ 1000 രൂപ വരെയുള്ളത് മാത്രം പണമായി സ്വീകരിച്ചാൽ മതിയെന്ന തീരുമാനം കർശനമായി നടപ്പാക്കാനും KSEB തീരുമാനിച്ചു. അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കണം. KSEBയുടെ 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളയിടത്ത് 1 നിർത്തലാക്കും. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരേ കൗണ്ടറേ ഇനിയുണ്ടാവൂ. 8 മുതൽ 6 വരെ പണം സ്വീകരിച്ചിരുന്നത് 9 മുതൽ 3 വരെ മാത്രമാക്കും. 70% ബില്ലുകളും നിലവിൽ ഓൺലൈനാണ് അടയ്ക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. വൈദ്യുതി ബിൽ പണമായി സ്വീകരിക്കുന്നത് 1000 രൂപ വരെ മാത്രമാക്കും. 1000 രൂപയ്ക്ക് മുകളിലുള്ള വൈദ്യുതി ബില്ലുകൾ ഓൺലൈനായി തന്നെ അടയ്ക്കണം. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന്. ഒരു ദളിത് യുവതിയുടെ കഥന എന്ന കൃതിക്കാണ് പുരസ്കാരം. 28-ന് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാലയാണ് പ്രബോധിനി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. M. മുകുന്ദന്റെ ഒരു ദളിത് യുവതിയുടെ കഥന എന്ന കൃതിക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ചെയർമാനും ശാന്ത മുരളീധരൻ P. ദീപു എന്നിവരുമടങ്ങിയ കമ്മിറ്റിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 28-ന് വൈകിട്ട് 5-ന് നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, P. ദീപു, ശിവചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ആധുനിക കാലത്തെ മുതലാളിത്തത്തിൻ്റെയും കച്ചവട താല്പര്യങ്ങളുടെയും ഇടപെടൽ എങ്ങനെയാണ് കലയെ സ്വാധീനിക്കുന്നതെന്നും കലയെ വിപണനം ചെയ്യുന്നതെന്നും ഈ നോവൽ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ മലയാളത്തിൽ മറ്റൊരു നോവൽ ഇല്ല എന്നതാണ് ആ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളിൽ ഈ നോവൽ ഏറെ പ്രസക്തമാണ്. പുരോഗമന താല്പര്യമുള്ള ദളിത് വിഷയങ്ങൾ ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൃതി എന്ന തലത്തിൽ സ്ത്രീ വിമോചനത്തിൻ്റെതായ ഒരു വലിയ കാഹളം നടക്കുന്ന കൃതി എന്ന തലത്തിൽ ആ പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രബോധിനി സാഹിത്യ പുരസ്കാരം വളരെ അഭിമാനപൂർവ്വം ശ്രീമുഖത്തിന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാലയിലെ വനിതാ പ്രവർത്തകർ എഴുതിയ കവിതകൾ സമാഹരിച്ച് തയ്യാറാക്കിയ അവൾ പൂക്കുന്ന ഇടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ M. മുകുന്ദൻ നിർവഹിക്കും. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ലൈബ്രറിയുടെ നമ്മുടെ പ്രബോധിനി ലൈബ്രറിയിൽ വായിക്കാൻ വരുന്ന സ്ത്രീ എഴുത്തുകാരെ ചേർത്തുകൊണ്ട് ഒരു കവിതാ പുസ്തകം നമ്മളന്ന് പ്രസിദ്ധീകരിച്ച് ആ കവിതാ പുസ്തകത്തിന്റെ പ്രകാശനം ആ ദിവസം തന്നെയാണ്. ശ്രീ M. മുകുന്ദനാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ലൈബ്രറിയുടെ വനിതാ എഴുത്തുകാരൻ മാത്രം വെച്ചുകൊണ്ടുള്ള പക്ഷേ ആദ്യത്തെ സംരംഭമായിരിക്കാം. കൂട്ടം നാട്ടിൻപുറത്തുള്ള പുതിയ ഇതുവരെയും ഒരിടത്തും ഒരു കവിത പോലും എഴുതിയിട്ടില്ലാത്ത, ഒരു കവിത പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത 22ഓളം വനിതകളുടെ കവിതകളാണ് പുസ്തകത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നു. 20-ന് രാവിലെ 9:30-ന് ശാസ്താംകോട്ട കോടതി സമുച്ചയത്തിൽ ഉദ്ഘാടനം നടക്കും. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയും മന്ത്രി KN ബാലഗോപാൽ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി സെപ്റ്റംബർ 20-ന് ഉദ്ഘാടനം ചെയ്യും. ശാസ്താംകോട്ട കോടതി സമുച്ചയ അങ്കണത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതുപോലെയുള്ള ഒരു കോടതി, ഡിജിറ്റൽ ഫാമിലി കോടതി ഇവിടെ സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായി. ഡിജിറ്റൽ കോടതി എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവനും ആളുകൾ പത്രപ്രവർത്തകർ, പത്രമാധ്യമങ്ങളിലെ ആളുകളാണ്, മീഡിയയുടെ സ്വന്തം ആളുകളാണ്. അവർക്കറിയാം, അവർക്ക് കിട്ടാത്ത ഒരു ന്യൂസും ഇല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സോഷ്യൽ സിസ്റ്റം തന്നെ എല്ലാം ഡിജിറ്റൽവൽക്കരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് പോവുകയാണ്.
കോടതി ഭാഷ മുഴുവനും മാറുന്നു. ഔദ്യോഗിക ഭാഷകൾ മുഴുവനും അത് മാറുന്നു. എഴുത്തുകുത്തുകൾ മാറുന്നു. ഫയലിംഗ് സമ്പ്രദായം മാറുന്നു. പഴയ രീതിയിലുള്ള നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന എല്ലാ സംവിധാനവും മാറുന്നു. മന്ത്രി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിക്കും. ഡിജിറ്റൽ സാങ്കേതികതയുടെ സ്വിച്ച് ഓൺ കർമ്മം ജസ്റ്റിസ് സതീഷ് നൈനാൻ നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP, കേരള വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K. സോമപ്രസാദ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. കൊല്ലം താലൂക്കിൽ 2 കോടതി, ഒന്ന് ഫാമിലി കോടതി. കൊല്ലം ഫാമിലി കോടതിയും പരവൂർ കോടതിയും വന്നപ്പോഴും കുന്നത്തൂർ താലൂക്കിൽ പ്രത്യേക കോടതി വന്നില്ല. അപ്പോൾ ഈ ജില്ലയില് കോടതി ഇല്ലാത്ത താലൂക്ക്, കുടുംബ കോടതി ഇല്ലാത്ത താലൂക്ക് കുന്നത്തൂരായിരുന്നു എന്നുള്ള ആ ഒരു കുറവ് കൂടി പരിഹരിക്കപ്പെടുകയാണ്. അത് ഡിജിറ്റൽ കോടതി വന്നതോടുകൂടി അത് ഇന്ത്യയിലെ തന്നെ മാതൃകാ ഡിജിറ്റൽ കോടതി എന്ന നിലയിൽ നമ്മുടെ ശാസ്താംകോട്ടയ്ക്ക് കുന്നത്തൂരിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ആ ചടങ്ങ് എല്ലാ അർത്ഥത്തിലും നല്ലതാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാർക്കറ്റ് പുനഃസ്ഥാപിക്കാത്തതിനെതിരെ വേറിട്ട പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പച്ചക്കറികളും മീനും വിട്ടായിരുന്നു പ്രതിഷേധം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. എടുത്തോ എല്ലാവർക്കും കൊടുക്കണ്ടായോ? പൈസ ഇല്ല, ഇതാ കച്ചവടം. ഇത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുക. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മത്സ്യം, പച്ചക്കറി ഉൾപ്പെടെയുള്ളവ വിറ്റ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. പത്തനാപുരം മാർക്കറ്റ് KSRTCക്കും ഷോപ്പിംഗ് മാളിനും വിട്ടു നൽകിയപ്പോൾ മാർക്കറ്റ് പുനഃസ്ഥാപിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 8 വർഷം പിന്നിട്ടിട്ടും ഈ ഉറപ്പ് പാലിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിക്കുന്നു. 500 കുടുംബങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിച്ചിരുന്ന മാർക്കറ്റിനെ ശിഥിലമാക്കിയെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഈ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ 5000-ലധികം ആൾക്കാരെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ആ 5000-ലധികം ആൾക്കാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് വർഷം 8 കഴിഞ്ഞു. അവരവിടെ പോയി കച്ചവടം ചെയ്യും, അവരവിടെ പോയി ജീവിക്കും. ഈ മാർക്കറ്റിൽ എൻ്റെ അത്ത അവിടെ മീൻ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരാളാണ്. എൻ്റെ അടക്കം എൻ്റെ സഹോദരിമാരെ അടക്കം പഠിപ്പിച്ച അവിടുന്ന്. അതുപോലെ 100 കണക്കിന് കുടുംബത്തിന് ആളുകളുണ്ടായിരുന്നു. ഇന്ന് ആർക്കെങ്കിലും പോയി കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ സാഹചര്യം ഉള്ളത്. മീൻ തരാം, ആവശ്യത്തിനുള്ള മീൻ തരാം. 50 രൂപയില്ല, ഇന്ന് സൗജന്യ മീന. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് M. സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS. നിവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാർക്കെതിരെ പത്തനാപുരം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPMന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പുനലൂരിൽ റാലിയും സമ്മേളനവും നടത്തി. ഖത്തറിനെതിരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രയേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ നടപടിയിലും പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചത്. മുഴുവൻ വരുന്ന ബഹുജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഖത്തറിന് നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രയേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പുനലൂരിൽ റാലിയും സമ്മേളനവും നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ നയിച്ച റാലി TB ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട് അധികാരത്തിലിരിക്കുന്ന BJP കഴിഞ്ഞാൽ രാജ്യത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു അഴകുടമ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരം ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതും അഭിപ്രായം സ്വരൂപിക്കുന്നു. അതിനൊട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഞാനത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകം വല്ലാത്ത ഒരു ഭീഷണിയുടെ വക്കിൽ നിൽക്കുകയാണ്. നേരത്തെ അത് എല്ലാവർക്കും ബോധ്യമുള്ള വിഷയവുമാണ്. 2023 മെയ് മാസം 17-ാം തീയതി ആരംഭിച്ച പാലസ്തീനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഇപ്പോഴും കൊടിയ ഭീകരതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാലസ്തീൻ പ്രദേശത്തെ ഗാസ മുരമ്പിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണമെന്ന് പറയുന്നത് വളരെ കുറവാണ്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും ശവശരീരങ്ങളും ഒക്കെയായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 70,000-ഓളം ആളുകൾ മരണമടയുകയും
1,70,000-ഓളം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഒന്നായി ആ യുദ്ധം മാറിയിട്ടുണ്ട്. ലോകത്തെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും അരുവേ കാട്ടാള എന്ന് പറയുന്നത് പോലെ നെതന്യാഹു എന്ന മനുഷ്യത്വമില്ലാത്ത ആ മനുഷ്യമൃഗത്തോട് ഈ ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയോടുകൂടി കുട്ടികളെയും ഗർഭിണികളെയും പ്രത്യേകം ഉന്നമിട്ടുകൊണ്ട് മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ലോകരാജ്യത്തിന്റെ സ്ഥിതിയെല്ലാം പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ബാക്കി എല്ലാ ലോകരാജ്യങ്ങളെയും അടിച്ചമർത്തി വെട്ടിപ്പിടിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ചുങ്കം ഏർപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് വർഷം. എന്നിട്ട് ഇസ്രായേൽ പറയുക, മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടെ ബോംബ് വർഷിച്ച് നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ പാലസ്തീൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പാലസ്തീന് വേണ്ടി അതിന് നേതൃത്വം നൽകുന്നവർ ഈ രാജ്യത്തിരിപ്പുണ്ട്, അവരെ വിട്ടുതന്നില്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി, അതിനുവേണ്ടി മാത്രമാണ് സഹകരിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞത്. സുഭാഷ് ജിനാഥ് സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി, നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഗസ്തികോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു. പതാക ഉയർത്തൽ, അക്ഷരദീപം തെളിക്കൽ എന്നിവയും നടത്തി. അഗസ്തികോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ പതാക ഉയർത്തി. പ്രദേശത്തെ കുട്ടികളുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മികച്ച ഗ്രന്ഥശാലയാണ് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയെന്നും ഇത്തരം ഗ്രന്ഥശാലകൾ സാമൂഹ്യ ഉന്നമനത്തിന് അനിവാര്യമാണെന്നും എസ് ശ്രീജ പറഞ്ഞു. ഇന്ന് ഗ്രന്ഥശാല ദിനം വിദ്യാഭ്യാസത്തിന്റെ, അറിവിന്റെ, സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകമാണ് നമ്മുടെ ഓരോ ഗ്രന്ഥശാലയും. അതേപോലെ തന്നെ നമ്മുടെ ഈ ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2 വാർഡിന്റെയും അഭിമാനമായി നിലകൊള്ളുന്ന ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഗ്രന്ഥശാലയിൽ അക്ഷരദീപവും തെളിച്ചു. ലൈബ്രറി പ്രസിഡന്റ് കെ ബി സുരേഷ് കുമാർ, സെക്രട്ടറി രഞ്ജുരാജ്, ഭരണസമിതി അംഗങ്ങളായ പ്രദീപ് കുമാർ, ദിവ്യ എസ്, ശ്രീജ, അനീഷ് കുമാർ, അജേഷ്, ലൈബ്രറിയൻ ഇന്ദുലേഖ, ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച നടപ്പാത നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. പുനലൂർ ചൌക്ക ഭാഗത്തു നിന്നും ആരംഭിച്ച് റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കുന്ന നടപ്പാത നിർമ്മാണമാണ് നിലച്ചത്. റോഡിന്റെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് സ്റ്റേഷന് സമീപം വരെ നടപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അമൃത ഭാരത് പദ്ധതി പ്രകാരം ആരംഭിച്ച പുനലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് നടപ്പാത നിർമ്മാണവും ആരംഭിച്ചത്. വാഹനങ്ങൾ നിരവധി പോകുന്ന വളരെ തിരക്കുള്ള റോഡായതിനാൽ തന്നെ ഇവിടെ നടപ്പാത നിർമ്മിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്നു. പാതയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ റോഡിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് കരുതിയ ജനങ്ങളാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കോൺക്രീറ്റിൽ നിർമ്മിച്ച റോഡിന്റെ വശത്താണ് കൈവരിയോടുകൂടിയുള്ള നടപ്പാത നിർമ്മാണം ആരംഭിച്ചത്. ഇതിനോടൊപ്പം ചെടിച്ചട്ടികളും സ്ഥാപിച്ച് നടപ്പാത നിർമ്മാണം ഉടനടി പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചവറ BRCയുടെ പരിധിയിലുള്ള 43 വിദ്യാലയങ്ങൾക്ക് കളിയങ്കണം പദ്ധതിയിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രീ പ്രൈമറി 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിന് ആരംഭിച്ച പദ്ധതിയാണ് കളിയങ്കണം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയായ കളിയങ്കണത്തിൽ ഉൾപ്പെടുത്തിയാണ് കിഡ്സ് അത്ലറ്റിക് കിറ്റുകൾ വിതരണം ചെയ്തത്. ചവറ BRCയുടെ പരിധിയിലുള്ള 43 വിദ്യാലയങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. ചവറ BRCയിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏത് സ്ഥാപനങ്ങൾക്ക് കൂടി ഈ സഹായം എത്തുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏത് സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കും വളരെ പ്രധാനമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സർക്കാർ നിയമ ചരടുകൾക്കിടയിൽപ്പെട്ട് പല സഹായങ്ങളും നമുക്ക്
നമുക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ വിഷമത അനുഭവിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്തിലാണ് ജില്ലയിലെയും അല്ലെങ്കിൽ സംസ്ഥാനത്തെ പഞ്ചായത്തിരാജ് ആക്ട്, രാജ്യത്തിന്റെ പഞ്ചായത്തിരാജ് ആക്ട് പ്രകാരം ജില്ലാ പഞ്ചായത്താണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ചുമതലയുള്ളവർക്ക് പല സ്കൂളുകളും നമ്മളോട് സമീപിച്ചിട്ട് നമുക്ക് കൂടി സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിസ്സഹായമായി നിൽക്കുമ്പോൾ നമ്മുടെ നിയമപരമായ സംവിധാനം അങ്ങനെയായതുകൊണ്ടാണ്. BPC കിഷോർ കെ കൊച്ചയം അധ്യക്ഷത വഹിച്ചു. വർഷക്കാലം നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ അവർ ഏതുതരം പൗരന്മാരായി മാറുന്നു എന്നുള്ളത് അവർ കടന്നു പോകുന്ന പാഠ്യപദ്ധതി വളരെ നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു കുട്ടി വിദ്യാർത്ഥി ഒരു പൗരനായി സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ ഏത് തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത് നിർണായകമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് ആ കുട്ടി കടന്നു പോകുന്ന 10-12 വർഷക്കാലം കടന്നു പോകുന്ന പാഠ്യപദ്ധതി. ആധുനിക വികസിത രാഷ്ട്രങ്ങളായിട്ട് പരിശോധിച്ചാൽ ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് ഒന്നാമതായി എടുക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പരിശോധിച്ചാൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളുണ്ട്. അവരത് വളരെ നേരത്തെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിക്കുകയും ചെയ്തു. ട്രെയിനർ പി മേരി ഉഷ സ്വാഗതം പറഞ്ഞു. CRCC ഐശ്വര്യ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എൽസമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. ഭരണിക്കാവിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടത്തി. MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോവൂർ കുഞ്ഞുമോൻ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണിക്കാവ് മേഖലയിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ പ്രതിഷേധം നടത്തിയത്. ഞങ്ങളുടെ സമരം കണ്ടില്ലെന്നടിക്കേണ്ട, കടയടച്ചും ധർണ നടത്തിയും സമരങ്ങൾ ശക്തമാക്കും. വ്യാപാരി വ്യവസായി സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായി ഐക്യം സിന്ദാബാദ്. ഭരണിക്കാവിലെ ബസ് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുക. വ്യാപാരി ഐക്യം സിന്ദാബാദ്. ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും വേണമെന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം. നമ്മളൊരു അക്രമ സമരത്തിനൊന്നായിട്ടല്ല വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 1-ാം തീയതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ഒരു കൂട്ടമാണ് നമ്മുടെ വ്യാപാരികൾ. നമ്മൾ മാത്രമല്ല, ആ പ്രദേശങ്ങളിൽ ചുറ്റുപാടും താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസരം. 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററൊക്കെ നടന്ന് ബസ് കയറുകയും അവരുടെ സാധനങ്ങളിലേക്ക് പോകേണ്ട അവസരങ്ങളിലൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ചേർന്നില്ലേ? ഇല്ലല്ല, എന്നോട് ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ചേർത്ത് ആളുകൾ വേണ്ട, ഒരു പോലീസുണ്ട്. അപ്പോ അശാസന പരിഷ്കരണം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ജനാധിപത്യമായ രീതിയിൽ നമ്മൾ സമരങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് തന്നെ നമ്മൾ കടകൾ തുറന്നിട്ടുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധികളിവിടെ എത്തിയത്. കാരണം തുടർന്ന് നമ്മൾ കടയെടുപ്പ് സമരങ്ങളുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബുധനാഴ്ച മുതൽ കടയടയ്ക്കുന്നതിനും. പ്രതിഷേധക്കാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത ചർച്ച നടത്തി. ട്രാഫിക് റെഗുലേറ്ററി യോഗം കൂടിയ ശേഷം വ്യാപാരികളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഇതേ തുടർന്ന് ബുധനാഴ്ച മുതൽ നടത്തുമെന്ന് അറിയിച്ചിരുന്ന അനിശ്ചിതകാല കടയെടുപ്പ് സമരം മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ AK ഷാജഹാൻ, A. ബഷീർകുട്ടി, G. അനിൽകുമാർ, ശശിധരൻ, സഞ്ജയ് പണിക്കർ, L. കുഞ്ഞുമോൻ, മുഹമ്മദ് ഹാഷിം, A. നജീർ, സുധീഷ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. KSEBയുടെ ഇരട്ട ക്യാഷ് കൗണ്ടറുകൾ നിർത്തലാക്കും. വൈദ്യുതി ബിൽ 1000 രൂപ വരെയുള്ളത് മാത്രം പണമായി സ്വീകരിക്കും. 1000 രൂപയ്ക്ക് മുകളിൽ ഓൺലൈൻ ബില്ലിംഗ്. ശാസ്താംകോട്ടയിൽ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നു. 20-ന് രാവിലെ ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന്. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. 28-ന് കരുനാഗപ്പള്ളിയിൽ അവാർഡ് സമ്മാനിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.